പിന്നെ പഠിപ്പൊന്നും ഇല്ലേ? ഇങ്ങോട്ട് നോക്ക്. എന്താ പറ പഠിപ്പൊന്നും ഇല്ലേ? തുമ്പി 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 സ്കൂളിൽ ഇപ്പൊ എന്താ സ്കൂളിലത്തെ വിശേഷമൊക്കെ എന്താ? വീട്ടിൽ അമ്മക്ക് എന്ത് പറയുന്നു? പഠിക്കണ്ട 10ാം ക്ലാസ് ആയിട്ട് നീ സത്യം പറഞ്ഞിരിക്കല്ലേ വെറുതെ ഇരിക്കുന്നില്ല. ഞാൻ ഗീത ക്ലാസ് പഠിക്കായിരുന്നു. ഫോണാണ് 24 മണിക്കൂറില്ലേ? സ്കൂൾ വിട്ടിട്ട് എപ്പോഴല്ലേ എടുക്കണേ? ദൈവത്തിനറിയാം എന്താ നടക്കണേന്ന്. നീ പറയണത് ആരും അവരൊക്കെ ശ്രദ്ധ മൊബൈലില്ല. നമ്മുടെ മൊബൈല് കിട്ടിയ മൊബൈല് കിട്ടിയ പിന്നെ ഒന്നും വേണ്ട. ആനന്ദം ഓരോന്നൊക്കെ ചോദിക്കും. പിന്നെ ഒരു ലേശം മറുപടി കൊടുത്ത് നന്ദുവാ. ചോപ്പ് ഷർട്ട് ഇങ്ങോട്ട് നോക്കി. അവിടെ കിടന്നിട്ട് നന്ദു സ്കൂളിൽ വിശേഷം എന്താ? തുമ്പിയെ എന്താ അമ്മ പറയണേ? അമ്മ മലയാളം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ നന്നായി പോകണ്ടും. അവര് കാണുന്ന സംഭവത്തിലാണ് ശ്രദ്ധ. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ജീവവായു എന്താണ്? മൊബൈല് അല്ലേ? അപ്പോൾ ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ആയി. ഇനിയിപ്പോൾ കുറച്ച് നേരം മൊബൈലിലൊക്കെ ഇരുന്ന് അല്ലേ? അത് കഴിഞ്ഞ് പിറ്റേ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാലോ. ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ചയും കൂടിയാണ്. നാളെ സ്കൂളുണ്ടാ? ഫ്ലൂട്ടോ? നിനക്ക് ഫ്ലൂട്ട് ഉണ്ട്. നിനക്ക് വയലിൻ ഉണ്ടാ? മൊബൈൽ ആലോചിച്ചേ. ഞാൻ പറയണതിന് ഉത്തരം പറയണ്ടാലും. കണ്ണെടുക്ക്. വയലിൻ ഉണ്ടോ നാളെ? അതുപോലും അറിയില്ല. മെസ്സേജ് ഇടും. ശരി, നിനക്ക് ഫ്ലൂട്ട് ഉണ്ട്. ഓക്കെ, എനിക്ക് കീബോർഡും ഉണ്ട്. അന്തും നാളെ ഗീത ക്ലാസ്സിൽ. എന്ന് ഗീത ക്ലാസ് ഉണ്ടാവില്ലേ? ഉണ്ട്. നാളെ റെസ്റ്റ് വെച്ച് ഓക്കെ. വൈകിട്ട് ക്ലാസ്സില്ല. നല്ല സത്യം. അപ്പോഴേ ഈ മൊബൈലൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ. പിന്നെ എന്തായാലും കുനിച്ചു. അത് ശരി. ഓക്കെ. ഹലോ, ഒന്ന് കഴുത്ത് പൊന്തിക്കണേ മതി. ഇനി കുറച്ചായിട്ട് മൊബൈലത്തെ കഴിഞ്ഞിട്ടാ മൊബൈലിൽ കമ്മന്ന് കിടക്കല്. എന്ത് പറയണേ? കമ്പനിയുടെ പേരുണ്ടാവും അത്ര തന്നെ. എങ്ങനെ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ സാധനം കമ്പനിക്ക് കൊടുക്കാനല്ല. പിന്നെ നമ്മള് കാശ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാം. അവൻ പറയട്ടെ, തിരിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞേ. പക്ഷെ ആളുടെ ഒരു ആ കമ്പനിയുടെ ഒരു പേര് ഇതിലുണ്ടല്ലോ. അതിന് സ്വതാത് ഇന്ത്യ എന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. അതിന് അതുണ്ടാവണം. നീ എന്തിനാ പറഞ്ഞേ? പറയ്, എന്നാലും പറയ്. വന്നു ഫ്ലോ വന്നു. നീ കൂന് വരും ഇങ്ങനെ കുഞ്ഞു. നീ പറഞ്ഞിരുന്നാടോ ഒന്ന് പറയാൻ തരും. നീ പറയാൻ വന്നേ എന്നാലും പറയേ പ്ലീസ്. എന്റെ പഴയ ഫോൺ ഞാൻ പുതിയ ഫോൺ കുപ്പിപ്പാട്ട് പറക്കാൻ പോകണ്ട. എന്റെ കുട്ടീനെ കുപ്പിപ്പാട്ട് പറക്കാൻ പറഞ്ഞത് എടുത്തോക്കടി. കുട്ടീനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ മൂക്കും മുറിച്ച് അത് കുപ്പിപ്പാട്ടേക്ക് പോയിന്നാ പറഞ്ഞേ. ആള് കുപ്പിപ്പാട്ടേക്ക് പോയി. നീ പഴയ മൊബൈൽ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. പിന്നെ
എന്റെ കുട്ടീനെ കുപ്പിപ്പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുറിച്ച് എന്റെ കുട്ടി മറക്കല്ലേ? സുന്ദരനാണ് സുന്ദരൻ. അയ്യോ അതെ, സുന്ദരൻ നമുക്ക് കുഞ്ഞുവാവനൊന്നും കാണട്ടെ. പറക്കിന്ന് അതെ കൊത്തി കൊത്തിരിക്കും സുന്ദരൻ കോഴി കുഞ്ഞുവാവനൊന്നും സുന്ദരൻ കുഞ്ഞുവാവേ. കോഴി സുന്ദരൻ കുഞ്ഞുവാവരാണ് നിന്റെ മാമൻ സുന്ദരനല്ലടി. കുഞ്ഞുള്ള സത്യം പറയും, മനസ്സിൽ പറയും, അല്ല മനസ്സറിഞ്ഞ് പറയും. എന്റെ മാമൻ സുന്ദരനാ. നിന്റെ ആ മാമനല്ല അന്ത് മാമൻ. എന്റെ മാമൻ സുന്ദരനാണോ ചോദിച്ചാ എന്റെ മാമൻ സുന്ദരനാണ്. അന്ത് മാമൻ നിന്റെ അല്ലേ? ആ സുന്ദരനല്ലേ? ആ സുന്ദരനാണ്. ഓ അവന് ശിവമാമൻ മാത്രം സുന്ദരനുള്ളോ? എന്റെ മാമൻ എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ ഒരു ഇത്. അപ്പൊ നിന്നെ എന്റെ മാമൻ പൊന്നാണ്, മുത്താണ്, ചക്കയാണ്, തേനാണ്. അതെ നിന്റെ മാമനാണ് മുമ്പേ എന്റെ ചേട്ടനായിരുന്നു. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ മാമനാന്ന് പറഞ്ഞോളൂ. ലോകത്ത് മാമന്മാര് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ, എനിക്ക് മാത്രം ലോകത്ത് മാമുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ. അതെ, അപ്പൊ ഇവിടെ കട്ടടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ നിർത്താൻ പോവാ ഇവിടെ കേട്ടോ. ഇത് കട്ടടിയുടെ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് അന്തുവിന്റെ അടുത്ത് പോയി അന്തുവിനെ സഹായിക്കണം. അപ്പൊ ഞാനിവിടെ വീഡിയോ തൽക്കാലം ഓഫ് ചെയ്യാണ്, മൈൻഡപ്പ് ചെയ്യാണ്. ബൈ, സീ യു. എല്ലാവരും ബൈ പറഞ്ഞേ, എല്ലാവരും ബൈ പറഞ്ഞേ. ബൈ ബൈ എന്ത് ബൈ പറഞ്ഞേ? ബൈ.